മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണെന്ന് പറയും, പക്ഷേ അവകാശം കൊണ്ട് കാര്യമായില്ല, അനുഭവിക്കാനുള്ള യോഗ്യത വേണം. അവകാശം മക്കളാണെങ്കിൽ റോമ 1:17 മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ അവകാശികളായതുകൊണ്ട് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് പറയണത്. നീ ഇത് കാണും. എലീഷ പറയണതാണ്, നാളെ ഈ സമയത്ത് ഇവിടെ ഗോതമ്പും ബാർലിയും ഒക്കെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇയാൾ ചോദിക്കും, ഞാനതൊന്നും വിശ്വസിക്കത്തില്ല, കർത്താവ് നേരെ ആകാശം തുറന്നു തന്നാൽ പോലും ഇതുപോലെ നടക്കണ കാര്യമാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കണ കാര്യങ്ങൾ വല്ലതും നടക്കണ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട് അന്നുമുണ്ട്. അവകാശം പോണ വഴി കണ്ടില്ലേ? അവകാശമുണ്ട്, പക്ഷെ എന്താ പറയണത്? എന്താ? അനുഭവിക്കാൻ യോഗ്യതയില്ല. അവകാശമുണ്ട്, പക്ഷെ അനുഭവിക്കാൻ യോഗ്യതയില്ല. എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ, വലിയ അവകാശികളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല അവർക്ക്. പല കാര്യങ്ങളുകൊണ്ടാണ് പല കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ എലീഷ പറയണത് എന്താണ്? ഇത് അവിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനം അവിശ്വസിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നീ ഇത് കാണും, ഇങ്ങനെ കർത്താവ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇതിൻ്റെ നാടിൻ്റെ പട്ടിണി മാറ്റണം നീ കാണും. പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് കഴിക്കാൻ നിനക്ക് പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സമറിയയുടെ കവാടം തുറന്നത് കർത്താവ് ഒരു കുതിരയുടെ സ്വരം ഇവരെ കേൾപ്പിക്കും. സമറിയക്കാരെ വലിയ വലിയ ഭയങ്കരമായ യുദ്ധസന്നാഹത്തിൻ്റെ സ്വരം ഇവരെ വിസിൽ കേൾപ്പിക്കണേ. ഇവർ പെരുണ്ട് ഓടും. ഭയങ്കര സൈന്യം ആക്രമിക്കാൻ പറഞ്ഞ് ഓടിക്കഴിയുമ്പോൾ പാളയം ആരുമില്ലാത്ത രീതിയിൽ ഗോതമ്പ് ചാക്കുകളും അരിച്ചാക്കുകളും നിറച്ച് കിടക്കണം. ഉടനെ ഒരു 2 കുഷ്ഠരോഗികൾ വന്നിത് കണ്ടുപിടിക്കും. ജനങ്ങളോട് പറയും, പാളയത്ത് മുഴുവനും ഗോതമ്പും ബാർലിയും പൊടിയാണെന്ന് പറയും. വാട പോലെ കൂട്ടിയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഓടും. അപ്പോൾ ഈ സേനാനായകനാണ് രാജാവ് ഏൽപ്പിക്കണത് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി. പാളയത്തിലൊക്കെ വിടാൻ വേണ്ടി ജനങ്ങൾക്ക് നിയന്ത്രിക്കണ്ടേ, അതിനു വേണ്ടി. അപ്പോൾ അയാളെ നിയന്ത്രിക്കാൻ വേണ്ടി കവാടത്തേക്ക് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ജനങ്ങൾ പട്ടിണി കിടന്നിട്ട് എത്രയോ ദിവസങ്ങളായി. അവരിങ്ങനെ പരവേശവും ഇതുകൊണ്ട് ആക്രാന്തം കൊണ്ട് എല്ലാം കൊണ്ട് ഇടിച്ച് തല്ലി പാളയത്തിൽ കയറുമ്പോൾ ഇയാൾ താഴെ വീഴുമ്പോൾ ജനങ്ങൾ അയാളുടെ മുതുകത്തോട് കയറിപ്പോയി നട്ടെല്ലൊടിഞ്ഞു പോകും, ചത്തുപോകും. അതാണ് എലീശ പറയണത്. അവകാശം നീ കാണും, പക്ഷെ അനുഭവിക്കത്തില്ല. ദൈവവേദന അവകാശം, മക്കളാണെങ്കിൽ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് കൂടെ പൗലോസ് പറയുന്നുണ്ട്. അത് ആൾക്കാർ കേൾക്കത്തില്ല. കാര്യം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി, മക്കളാണെങ്കിൽ അവകാശികളാണ്, പിന്നെന്താണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ നമുക്കെന്താ കിട്ടണത്? നിത്യത എന്നാണ് കിട്ടുന്നത്. എൻ്റെ ദൈവവേദന, എൻ്റെ മകനെ 15:31 പറഞ്ഞെന്താണ്? മൂത്ത മകനോട് പറഞ്ഞാൽ, എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയാണല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ നിത്യത വരെയാണ് പറയണത്. അപ്പം നമ്മൾ ഓർക്കും നമ്മളെ ജോലിയിട്ട് താമസിച്ചു, അല്ലെങ്കിൽ എല്ലാവരും കിട്ടുന്ന പോലെ എനിക്ക് പെൻഷൻ സമയത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഭാഗോടുമ്പോൾ ചെയ്തിട്ട് ചേട്ടൻ്റെ അനുജൻ്റെ സ്ഥലത്താണ് കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എപ്പോഴും ഓരോ കാര്യം, നമുക്ക് എപ്പോഴും ഈ അലവലാതി മനുഷ്യർക്ക് എപ്പോഴും ഇങ്ങനെ പ്രാക്കുവേട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ തല്ലിക്കൊല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷെ നമുക്ക് തല്ലിക്കൊള്ളാൻ പറ്റത്തില്ല, പറയാനേ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ അവർ പ്രാക്കപ്പെട്ടവരാണ്. കാര്യം ദൈവിക വഴികൾ അറിയാൻ പാടില്ല. എല്ലാത്തിൻ്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പിതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. അപ്പോൾ എന്താണ്? ഈ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് ഇങ്ങനെ ചക്കരയും പീരയുമായിട്ട് കൈ കിട്ടുന്നതിനേക്കാൾ ഉപരി നിത്യത വരെയാണ് ഇതിൻ്റെ അത് ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളല്ലേ? അപ്പോഴെന്നാ സംഭവിക്കണത്? കർത്താവിൻ്റെ കൂടെ നിത്യതയാണ് ഏറ്റവും വലിയ അവകാശം. യു ഗോട്ട് ദ പോയിന്റ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അപ്പം നിത്യതയാണ് ഏതെങ്കിലും വിഷയത്തിലെ സ്ഥാവര ജംഗമ ഭൗതികമായ ആനുകൂല്യങ്ങളിലെ നിൻ്റെ കൂടപ്പുറപ്പിനേക്കാൾ കുറവാണ് നിനക്കെങ്കിൽ യു മസ്റ്റ് റിജോയ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദിക്കണം. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭൗതികമായ ആനുകൂല്യങ്ങൾ
അതിൻ്റെ അവസാനം എന്താണ്? ഈ ശരീരം തന്നെ ഉപയോഗിച്ച് അത് പോവും. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പക്ഷേ ഏറ്റവും വലിയ അവകാശമുണ്ട്. അതെന്താ? നിത്യതയാണ്. എൻ്റെ ദൈവബദലേ, ഏതെങ്കിലും കാരണങ്ങൾ ഇപ്പം നമ്മൾ തന്നെ ചില ആൾക്കാർ ചോദിക്കത്തില്ലേ, എള്ള ഉണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പുഴുങ്ങ ഉണങ്ങണത് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. എള്ള ഉണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പുഴുക്ക് ഉണങ്ങണത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം മകനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, മരുമകളെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അയൽവാസിനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം. ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കൂടെ ഒരു കൂട്ട് പോകണം. ആൾക്കാർ പ്രഗ്നൻ്റാണ്, അതുകൊണ്ടൊരു കൂട്ട് പോകണം. അപ്പോൾ കൂട്ട് പോകുമ്പോൾ അവളെന്ത് ചെയ്യും? ആ പരീക്ഷ പാസ്സായി അവൾ നേഴ്സാകും. അവൾ എള്ള ഉണങ്ങണ എന്തിനാണ്? എണ്ണ കിട്ടാൻ. അതിൻ്റെ കൂടെ പോണ പാറ്റാപ്പുഴയ്ക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ആൾക്കാർ വിഷയങ്ങളെ എടുക്കണത്. ഈശോ പറഞ്ഞത് എന്താണ്? നീ പാറ്റാപ്പുഴക്കായിട്ട് അവിടെ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടാത്ത കാര്യം ഞാൻ നിനക്ക് തരും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ കിട്ടത്തില്ല, അവളുടെ കാര്യം ചോദിക്കുമ്പോൾ നീ സഹായിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശേഷ വിധിയായി നിങ്ങളുടെ സഹോദരങ്ങളെ മാത്രമേ. ഇപ്പോൾ 6:38 ഇല്ലേ ലൂക്കാസ് വിശേഷം, അതായത് 6:38 വചനങ്ങൾ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത വചനം വായിച്ചേ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നതിനോട് തിരികെ ചോദിക്കരുത്. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നതോട് തിരികെ ചോദിക്കരുത്. മക്കളെ, ഇതൊക്കെ ഈ വചനങ്ങളെ കേട്ടിട്ട് ഈ ജന്മത്തിൽ ഇത് നടക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ? കാരണക്കുറി അടിക്കണവന് മറ്റേ കാരണം ആര് കാണിച്ചു കൊടുക്കാനാ? ഇല്ല. അതുപോലെ തന്നെയാണ് ചോദിക്കുന്നവരൊക്കെ കൊടുക്കുക, വായ്പയ്ക്ക് വന്നത് ഒഴിഞ്ഞു മാറരുത്. ഇങ്ങനെ കർത്താവിൻ്റെ കുറേ വചനങ്ങളാണ്. എന്നിട്ട് ഈശോ ചോദിക്കണം എന്തറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൻ്റെ അവകാശങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിക്കും. അതായത് ചില വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ്. ചെയ്യാൻ പറ്റുന്ന വചനങ്ങളല്ല, ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വചനങ്ങൾ ഈശോ പറയണത്? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണ ആൾക്കാരുണ്ട്. അതാണ് സംഭവം. നിത്യത എന്ന് യേശുക്രിസ്തുവിനെ എന്തിനാണ്? ഇതെല്ലാം കഠിന വചനങ്ങളല്ലേ. ഈ കഠിന വചനങ്ങൾ സാധാരണ ABCD ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ വചനമേ എന്ന് പറഞ്ഞ് ഈശോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കക്ഷികളുണ്ട്. അവർ കണ്ണക്കുട്ടി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കണ്ണം കാണിച്ചു കൊടുക്കും, കറക്റ്റായിട്ട് കാണിക്കുന്നത്. പക്ഷേ അത് 10,000-ൽ ഒരാളായിരിക്കും ചിലപ്പോൾ. എന്താ പ്രശ്നം? അവന് ITI അല്ല വേണ്ടത്, അവന് IAS വേണ്ടത്, IAM ഒക്കെയാണ് വേണ്ടത്. ആത്മീയത്തിൽ IAM പാസ്സാകാനാണ് അവൻ്റെ സിലബസ്. അതാണ്. ITIക്കാർ പറയും എനിക്ക് പറ്റത്തില്ല, സിലബസ് കട്ടിയാണെന്ന് പറയും. സിലബസ് ഒരിടം കട്ടിയല്ല. സിലബസ് യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിലബസും കട്ടിയല്ല യേശുവിൻ്റെ. യേശു എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, എൻ്റെ ഭാരം ലഘുവാണ്. തീർന്നില്ല പ്രശ്നം. എൻ്റെ സിലബസ് ലഘുവാണെന്ന് പറഞ്ഞിട്ട് കണ്ടത്. ITIക്കാരൻ പോയി IAM എഴുതുമ്പോഴാണ് അവന് പ്രശ്നം വന്നത്. അല്ലാതെ ആ IAMൻ്റെ സിലബസ് അല്ല പ്രശ്നം. ഇറ്റ് ഇസ് നോട്ട് മെൻ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണത് എന്താണ്? കർത്താവേ, ഈ കഠിന പദങ്ങളിലാണ് നിത്യത ഇരിക്കുന്നത്. ക്യാഷ് ആൻഡ് കൈൻ്റെ പൊട്ടടിക്കണ കേസൊക്കെ ഇരിക്കുന്നത് ലഘുപദങ്ങളാണ്. അത് ആർക്ക് വേണമെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും. കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രണ്ടുടുപ്പുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതൊക്കെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ആളുള്ളവർക്ക് ലളിതമായിട്ട് ചെയ്യാം പറ്റും. മറ്റെന്താ പറയണത്? നിന്നോട് ചണ്ടകൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയുമ്പോൾ അത് കഠിന പദമാണ്. കഠിന പദങ്ങൾ എന്തിനുള്ളതാണ്? അത് നിത്യതയെ മാത്രം. അതാണ് ഞാൻ അച്ഛൻ പറഞ്ഞത് 8:17. നിങ്ങൾ അവകാശികളാണ്, പക്ഷേ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഈ കൂട്ടവകാശികൾക്ക് വരുന്ന പ്രശ്നം അവിടെ ടെസ്റ്റ് ഇത്തിരി കട്ടിയുള്ള ടെസ്റ്റായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ കൂട്ടവകാശിയല്ല. ആ ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. കാര്യം അതെല്ലാം തീരും ഇവിടെ. ഇപ്പോൾ മോഡിജിയുടെ കൂട്ടവകാശി ആയാലും ആരായാലും നമ്മൾ എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടു, എത്രയോ പ്രസിഡന്റുമാരെ കണ്ടു. അവരുടെ സെക്രട്ടറിമാരൊന്നുമില്ല ഭൂമിയിൽ, എല്ലാം തീർന്നു, ഓവറായി.
പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിക്കുള്ള ഗുണം എന്താ? അത് നിത്യതയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കഠിന പദങ്ങൾ നമുക്ക് തരുമ്പോൾ ആ സിലബസ് ഇത്തിരി കട്ടിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ നിന്ന് അവരൊന്നും ഉദ്ദേശിക്കണില്ല. കാര്യം ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒക്കെ താങ്ക് യു വെരിമച്ചെന്ന് പറയും. പക്ഷെ അവർ യേശുവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശു മാത്രം കൊണ്ടുവന്ന, വേറെ മതസ്ഥാപകർ ആരും കൊണ്ടുവരാത്തൊരു സംഭവമുണ്ട്. എന്താണ്? നിത്യത. ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് യേശു വചനങ്ങൾ, കഠിന വചനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിത്യതയിൽ പോലും നമുക്കൊരു നിലനിൽപ്പ് കിട്ടുക. അപ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലാവരും ചത്ത് അവസാനം എല്ലാവർക്കും ഒരു സ്വർഗ്ഗമല്ല കിട്ടുന്നത്, പിന്നെ എന്തിനാണ് ഇത് നമ്മൾ മാട്ടെ കിടന്ന് നെഞ്ചുകളെ എന്തിനാണെന്ന് ചോദിക്കും. എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ അല്ല, അവനവനെ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമാണെന്ന് നമ്മുടെ 1 കൊറിന്ത്യൻസ് 15:41 തിരുവചനം പറയുന്നുണ്ട്. നമ്മളെല്ലാം നിത്യത അനുഭവിക്കുന്നത് അവനവൻ ആർജിക്കുന്ന കൃപയ്ക്ക് തുല്യമാണ്. ചില ചേട്ടത്തിമാർ 2-3 പ്രസവിക്കും, അവർ മക്കളൊക്കെ പഠിക്കും, അവർക്ക് ജോലി കിട്ടും, കുറച്ച് മക്കൾ അവരും മരിക്കും, പിന്നെ മക്കളും മരിക്കും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഒരു കുഴപ്പമില്ല അവർക്ക്. അവർ വന്ന് ഈ ഭൂമിയിൽ വന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്ത് അവർ പോയി. പക്ഷേ വേറെ ഞാൻ മാരേക്കൊണ്ടൊരു ചേട്ടത്തിനെ കണ്ട്, ആ ചേട്ടത്തി മകനെയും പൊക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് കുരിശ് വന്നുകൊണ്ട് അവനെ പോലെയാണ് വന്നത്. അവന് ഓട്ടിസമാണ്, വേറെ അപസ്മാരമായ എല്ലാം കൂടിയാണ്. ഇതൊന്നുമല്ല, ഭ്രാന്തുകൊണ്ട് അവന്. ഒരു ദിവസം ഇവരെ ഈ എടുത്തിട്ട് അലക്കി ഈ ചേട്ടത്തിനെ. അപ്പോൾ എന്നിട്ട് ഇവർ അവരുടെയൊക്കെ പൊട്ടി വേദനിച്ച് വരികയാണ്. അച്ഛാ ഒന്ന് അലക്കി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയത്? ഇവന് 5 രൂപ തിന്നാൻ കൊടുക്കാഞ്ഞിട്ട് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പച്ച നിറത്തിൽ 5 രൂപ കൊടുക്കണം അവന്. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ കൊടുക്കണം നമ്മൾ, വേറെ ഒന്നിനുമല്ല. അവരിങ്ങനെ ഒരു ഈടിക്കും, പ്രാന്തനെ പോലെ ചിരിക്കും. നമ്മൾ കാണണമെങ്കിൽ ചില പാരക്കാരൻ്റെ തലക്കിടിക്കുക ചിരി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ചിരി ചോദിച്ചാൽ അവൻ അങ്ങനെ തന്നെ ഈ സാധനം തിന്നും. അപ്പം ചേട്ടത്തിൻ്റെ മുമ്പ് ചോദിച്ചു. ഒരു പ്രാവശ്യം അവന് 5 രൂപ കൊടുത്തില്ല, കിട്ടിയില്ല. ചേട്ടത്തി പാവപ്പെട്ട ചേട്ടത്തിയാണ്. അത് അവസാനം അവിടുത്തെ വീട്ടിൽ പോയി, മാരാക്കുളത്തിൽ വീട്ടിൽ പോയി കടം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് 5 രൂപ അപ്പനോടത്ത് തിന്ന്. ഒരു ദിവസം കടം മേടിക്കാൻ പറ്റില്ല, അവനെ തല്ലുകയും ചെയ്തു. ഈ സംഭവത്തിനെ ചുമന്നുകൊണ്ട് അവർ കുരിശ് നോക്കണവർ അടക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇത്രയും വലിയ ഭാരം ചുമന്നിട്ടും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവർ ജീവിക്കണം, കണ്ടില്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കണത്. അപ്പം നിങ്ങളവർക്ക് വേണം സാധാരണ ഇവിടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന ആൾക്കാരും ഇതുപോലെ എക്സ്ട്രാ ഭാരം ചുമക്കുന്ന ആൾക്കാർ അവസാനം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പിന്നെ ദൈവം നീതിമാനാണെന്ന് പറയണ എന്ത് വിഷയം? അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസിൻ്റെ 15:41 പറയണത്, ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഇവ തമ്മിലും പ്രഭയ്ക്ക് വ്യത്യാസമുണ്ട്, അതുപോലെയാണ് ഉത്ഥാന സമയമെന്ന്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ പ്രകാശമാണ്? അല്ല. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരേ പ്രകാശമാണ്. പൗലോസപ്പോസ്തലൻ പറയുന്ന നക്ഷത്രങ്ങൾക്ക് തമ്മിലും പല വ്യത്യാസമുണ്ടെന്ന് പ്രകാശത്തിന്. അപ്പോൾ എൻ്റെ ദൈവപദം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഇത്തിരി പാടുള്ള സിലബസ് നമുക്ക് തന്ന്, ഇപ്പോൾ ഭർത്താവ് സംശയരോഗിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അയാൾക്ക് പിടിക്കത്തില്ല, അയാളുടെ പെങ്ങന്മാരാ ഒക്കെ ചെയ്ത ആനക്കാര്യമായിട്ടുള്ള കെട്ടിയെഴുന്ന് വിളിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഉറക്കത്തിൽ വരെ വിഷം കൊടുത്ത് കൊല്ലാൻ തോന്നിപ്പോയി. കുറേ ആൾക്കാരിപ്പോൾ കൊന്നല്ല അങ്ങനെ. അപ്പോൾ ഓരോ മനുഷ്യന്മാർ ചിന്തിക്കണാണേ, അവരെ പൊറുതി മുട്ടിട്ട് ചിന്തിച്ചു പോകണം. അവർ ചിന്തിക്കണം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനുഷ്യരിങ്ങനെ ചിന്തിക്കേണ്ട കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചില ആൾക്കാർ മിണ്ടത്തില്ല. എന്താ കാര്യം? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ സിലബസ് ഞാൻ എഴുതണം, ഇത് IAM-ൻ്റെ പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോണത്, ഈ മനുഷ്യൻ മരിക്കണവരെ ഞാൻ അതുവരെ ഉണ്ടെങ്കിൽ ഈ കുറിച്ച് അതുവരെ അനുഭവിക്കണം. പക്ഷേ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഈ സംഭവം ടേക്കപ്പ് ചെയ്യും. ഈശോ എന്നിട്ട് ഈശോ എന്ത് ചെയ്യുമെന്നറിയാവോ? കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഈ വിഷയത്തിനെല്ലാം. എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, നമുക്കെങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു അഭിഷേകമുണ്ട്. ദൈവത്തിലെ എന്നെ ശ്രമിക്കണം നിങ്ങൾ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഗ്രേസിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാര്യം നിങ്ങൾക്ക് എടുത്താൽ പോകാത്ത സംഭവമാണ് കൊണ്ടുപോകുന്നത്. മകൻ കഞ്ചാവാണ്, ഭർത്താവ് സംശയരോഗി, ഈ 2 കള്ളന്മാരുടെ ഇടയിൽ നമ്മുടെ ജീവിതം കുരിശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എന്താ സംഭവിക്കണത്? ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. കറസ്പോണ്ടിങ് ഗ്രേസ് നിങ്ങൾ ഈ 2 കള്ളന്മാരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി നടുക്ക് കുരിശ കിടന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മറിച്ച് കർത്താവേ, ഇതിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആന്തരിക ഗ്രേസ് ഉണ്ട്, അത് നിങ്ങൾ
ടാർഗറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ വിഷയം മാറണത് ശരിക്കും. വെച്ചാൽ അത്രയും കൃപയിൽ ഈ വിഷയം നമ്മളെ കർത്താവ് നീ അഗ്നിയിലൂടെ നടക്കുമെന്നല്ലേ പറഞ്ഞത്. 43:2 നീ അഗ്നിയിലൂടെ നടക്കും. എന്ത് സംഭവിക്കും? അപ്പോൾ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും കാലവശാൽ നിങ്ങളുടെ സിലബസ് കട്ടിയാണെങ്കിൽ, നിങ്ങൾ അഗ്നിയിലൂടെയാണ് നടക്കണമെങ്കിൽ, അഗ്നി വിഴുങ്ങാത്ത അഭിഷേകത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അതിൻ്റെ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് എൻ്റെ അർത്ഥം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന കാലങ്ങളിലെ പല അവസ്ഥകളിലും എനിക്ക് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ നാട് വിട്ടു പോകാൻ തോന്നും, ചിലപ്പോൾ മരിച്ചു കളയാൻ തോന്നും, ചിലപ്പോൾ ഭ്രാന്ത് വന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഇതിനെ അതിജീവിച്ചുകൊണ്ട് അതിവിശുദ്ധിയിലേക്കുള്ള അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. ശ്രുതികട്ടെ, തൂമഞ്ഞു പോലെ കരതാരീശോ തിരുവോസ്തിയിൽ സദയം പുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. കപ്പാസിറ്റി എന്ന സംഭവമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്രാപ്തി, ദൈവത്തിരുസന്നിധി പ്രാപ്തി കൂട്ടിയാൽ കാര്യങ്ങൾ ഒത്തിരി. ഇപ്പം നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാര്യം പ്രാപ്തി ഇല്ലാത്തതാണ്. ഇപ്പം എന്താ വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആളില്ലേ, ലിസി എവിടെയാ സ്ഥലം? ലിസി മുക്കന്നൂർ അല്ലേ, തൃശ്ശൂരാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വിഷയം എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ പ്രശ്നം എന്താണ്? അക്കാമ സറണ്ടറായിട്ട്, പക്ഷേ അക്കാമയെ എൻ്റെ കാലഹരണപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്ക് റിലീവിങ് ഓർഡർ കിട്ടത്തില്ല, അതുകൊണ്ട് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് ഫ്ലൈറ്റാണ്, 4 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ അതേക്കാൾ ഉപരി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എവിടെ നിന്നാണ്? വാടക താമസിക്കുമായിരുന്നു, വാടക വിട്ടു പോകുന്നു. അപ്പോൾ ഇനി എന്ത്? അകത്ത് കയറാനും പറ്റത്തില്ല, 2 ആഴ്ച കഴിഞ്ഞ് നടക്കത്തുള്ളൂ. ഇങ്ങനെ അവർ നിന്ന് കത്തുകയും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ഇവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മകളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ എൻ്റെ മകളെ, കൃപാസനത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പറന്നിവിടെ എംബസി എത്തും. നീ നോക്കിക്കോ, 2 മിനിറ്റിൽ അമ്മ പറന്ന് എംബസി എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, 2 മിനിറ്റിനുള്ളിൽ ഇവർ അവിടെ സീനിയർ ഓഫീസേഴ്സിനൊക്കെ വിളിച്ച് എല്ലാവരും കൂടി വന്ന് സെറ്റാക്കി മാതാവ് നിന്ന് അത് ചെയ്ത്. എന്നിട്ട് ഇവർ പറഞ്ഞു, നിങ്ങളങ്ങോട്ട് നേരെ പൊയ്ക്കോളൂ, പോകുന്ന വഴിക്ക് വിസ റിലീവിങ് ഓർഡറും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. വെച്ചാൽ സ്പീഡാണ്. പക്ഷേ അതല്ല, അവിടെ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ പ്രശ്നം? നിന്ന് കത്തുമ്പോൾ ഒരു പ്രഖ്യാപനം, ബോധം കെട്ട് വീഴുകയല്ല. ഈ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ചങ്കിടിച്ച് വീഴും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നോക്കും. പക്ഷേ ഈ പ്രാർത്ഥിച്ച പരിചയമില്ലാത്തവർ ഇതുപോലുള്ള മോശം ടൈമിൽ പ്രാർത്ഥിച്ച ഒക്കത്തുമില്ല. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നവർ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ ലിസി ആ ടൈപ്പാണ്. അവർ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണ കാരണം അവർക്ക് നല്ല ഉറപ്പാണ്. തന്നെയല്ല, ഈ ലിസി 1 മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. ലിസി കണ്ട സ്വപ്നം ഭയങ്കര വിറ്റാണ്. അതായത് ഭയങ്കരമായിട്ട് തീ കത്തണം. തീ കത്തുമ്പോൾ കൃപാസനം മാതാവ് ചിറക് ധരിച്ച്
ഈ തീയിൽ നിന്നകത്തേട്ട് പുറത്തേക്ക് വരണം. അതാണ് കണ്ട സ്വപ്നം. അപ്പോൾ ഉടനെ ലിസി വിചാരിച്ചു, ദൈവമേ വല്ലയിടത്തും തീ പിടിക്കാൻ വേണം, മാതാവേ തീ കെടുത്തേക്കണേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ച്. പക്ഷേ തീ പിടിച്ച ആർക്കാണ്? ഇവർക്ക് തന്നെയാണ്. ഈ എംബസി സംഭവിക്കാൻ പോകുന്ന കാര്യം അമ്മ നേരത്തെ കാണിച്ചു കൊടുത്തതാണ്. എംബസി സംഭവിക്കാൻ പോണത് നീ നിന്ന് കത്തുന്ന ഈ എംബസിയിൽ, പക്ഷേ ഞാൻ ചിറകും ധരിച്ച് വന്നിട്ട് നിന്നെ അവിടെ നിന്ന് റിലീവ് ചെയ്യും. അതാണ് അതായത് ഞാനിപ്പോൾ നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പാടായിട്ട് തോന്നും. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സങ്കല്പ വിശ്വാസികളല്ല. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല. അപ്പൻ്റെ അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് അവരുടെ പേരൊക്കെ ഇട്ട് അങ്ങനെ പോയി ജീവിക്കണം എന്നല്ലാതെ വേറെ കഥ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദൈവസന്ധി പോയിൻ്റ് കുറവാണ്. പോയിൻ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഉള്ള മാർഗം ഈ 5:47 മത്തായിയുടെ സുവിശേഷം 5:47. എന്താ പ്രശ്നം? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണത്. അതായത് സഹോദരങ്ങളെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇപ്പം ദൈവത്തിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി നിലനിർത്താനുള്ള മാർഗം എന്താണ്? എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഈ ലിസിയുടെ കാര്യം ചോദിക്കണത്, ലിസിയുടെ ആങ്ങളയ്ക്ക് മഞ്ഞപ്പിത്തമാണ്. ഷിപ്പ്യാർഡിലാണ് ജോലി. മഞ്ഞപ്പിത്തമാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് കരളിൻ്റെ ബെഡ്റൂമിൽ കൂടിയിട്ട് അയാൾ അവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ലിസിയുടെ ചേച്ചിമാർ രണ്ടുപേരും ഇതുപോലെ ഈ അഡാറ് ഫെയ്ത്തുള്ള ആൾക്കാരാണ്. ഈ കക്ഷികൾ നേരെ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്ത് ആങ്ങളെയും കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്താൽ ഇവളോട് പറയണത്, ഇട്ട് ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നീയും പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയും. കാരണം ചേട്ടായിയെ പറഞ്ഞു വിട്ടു, ഹോസ്പിറ്റലിൽ അവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും. ചേട്ടായിക്ക് ജോലി ബിൽഡറും കൂടുന്നില്ല, മഞ്ഞപ്പിത്തം കൂടിയിട്ട് മഹോദരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ പറയാത്തൊരു പരിപാടി ചെയ്യും. എന്താ ചെയ്യണത്? ഇവിടുന്ന് ഷിപ്പ്യാർഡ് വരെ ഈ ആങ്ങളെ നടുക്ക് കാറിലിരുത്തിക്കൊണ്ട് ഇവിടുന്ന് ഷിപ്പ്യാർഡ് വരെ അവർ ജവമാല ചെല്ലും. അത് നമ്മൾ പറയാത്ത സാധനമാണ്. അത് നമ്മൾ പറയാത്ത സമയം എക്സ്ട്രാ ചെയ്യണതാണത്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇവിടെ വരികയും മാതാവിനെ കാണുകയും പോവുകയും ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുമെന്ന് അറിയാമോ? ഒറ്റ ആഴ്ച കൊണ്ട് ബിൽഡ്രൂവിൻ നോർമലാകുക തന്നെയല്ല, ഷിപ്പ്യാർഡിലേക്ക് കൊണ്ട് തിരിച്ചെടുക്കും. സ്പീഡാണിത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചെയ്യണതാണ് വിഷയം. ഇപ്പോൾ ഒരു അനുവിൻ്റെ സാക്ഷി, അനു മരിയ ഇതുപോലൊരു സംഭവമാണ് എക്സ്ട്രാ. അതായത് നിങ്ങൾക്ക് ദൈവമായിട്ട് മിനിമം യോഗ്യതയുള്ളെങ്കിൽ ഇത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം വിശേഷ വിധിയായി ചെയ്യണ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസിൻ്റെ സാക്ഷി, അയാളും തൃശ്ശൂർക്കാരനാണ്. പക്ഷേ അയാൾ ജോലി ചെയ്യണത് ബോംബെയിൽ എവിടെയാണ്. അയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അപ്പനും ഉണ്ട് അമ്മയുണ്ട്, പ്രായമാണ്, പക്ഷേ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇത് എല്ലാവരെയും കൂടി നോക്കാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ ജോലിയേ ഉള്ളൂ. MNCയിൽ അയാൾക്കൊരു ജോലിയുണ്ട്. ഈ ജോലി പോകുമ്പോൾ അപ്പം വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ അയാൾ നാട്ടിൽ വരുമ്പോൾ ജോലി അവിടെ പോയിരുന്നു, പക്ഷേ അപ്പനോട് അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും. പറയാതെ അയാൾ വന്ന് വേറെ ഉടമ്പടി എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് എന്നെ കണ്ട്, പക്ഷേ എനിക്ക് സാധാരണ ഉടമ്പടി പുതുക്കാത്ത ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാര്യം പ്രോസസ്സിലിരിക്കുകയല്ലേ അവർ. പ്രോസസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഉടമ്പടി പോയി, അപ്പം പിന്നെ അവർക്ക് കൊടുക്കാതെ പാണ്ടാവും. അവർ ഞാൻ നോക്കത്തില്ല. ഞാൻ ഉടമ്പടി ചെയ്താൽ പുതുക്കിയെന്ന് നോക്കത്തുള്ളൂ. എപ്പോഴും ഒരാളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉടമ്പടി പേപ്പർ എല്ലാം അയാളെക്കുറിച്ചുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആളുമായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ പറയണ മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത പ്രശ്നമല്ലേ, നിങ്ങളൊരു പണി ചെയ്യണം, 8-ാം തീയതി ഒന്ന് ഉപവസിക്കണം, 1-ാം തീയതി 8-ാം തീയതി ഉപവസിക്കണം, പിന്നെ 17-ാം തീയതി. അപ്പോൾ അയാൾ 1-ാം തീയതി ഉപവസിച്ച് 8-ാം തീയതി അയാൾ ഉപവസിക്കണ ദിവസം MNC കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് അയാൾക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ, അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി വർക്ക് അറ്റ് ഹോമായിട്ട് അതിനേക്കാൾ ശമ്പളത്തിൽ ജോലി കിട്ടി. അത് വർക്ക് അറ്റ് ഹോമാണ്. നേരത്തെ അവിടെ പോകണമായിരുന്നു, ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജോലിയും കാര്യമൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ എക്സ്ട്രാ ചെയ്യാൻ ഒട്ടിയടിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. ഉള്ളത് തന്നെ എങ്ങനെയും 16 കൊട്ടുമായിട്ടൊക്കെയാണ് ചെല്ലണത്. ഇപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് 5:30 തൊട്ട് 6:30 മണി വരെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ മിക്കവാറും എഴുന്നേൽക്കുമ്പോൾ 7:30 മണിയാവും. എന്തുകൊണ്ടാണ്? രാത്രി വല്ല വാട്സപ്പൊക്കെ കൊണ്ട് ചാറ്റും ചീറ്റുമൊക്കെ ഇരുന്നിട്ട് ഉറങ്ങാൻ
വിട്ടു പോകുമ്പോൾ രാവിലെ എഴുന്നേക്കണം താമസിക്കും, അതുകൂടി ആ സംഭവം തീരും. അപ്പോൾ ഇങ്ങനെയാണ് വിഷയം വന്നത്. ഇത് മറിച്ച് എക്സ്ട്രായാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അനുവിൻ്റെ പരിപാടി എന്താണ്? അനു എന്താ പറഞ്ഞത്? അനു പറഞ്ഞത് എനിക്ക് വിസ ഇൻ്റർവ്യൂ ആണ്, 3 ഞാൻ തോറ്റപ്പോൾ വന്ന് ഉടമ്പടി ചെയ്ത് പാലക്കാട് നിന്ന് ഒറ്റക്ക വന്നത്. ആ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അനു വീണ്ടും എക്സാമിൻ്റെ ദിവസം ചെയ്ത പരിപാടിയുണ്ട്, 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിച്ചു മൊത്തം, എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നേരെ ഓഫീസിൽ പോയി. ഒരു സാധനം തുറന്ന് നോക്കിയില്ല. കാര്യം എന്താണ്? ഈ പരീക്ഷ മാതാവിൻ്റെ പരീക്ഷയാണ്, അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിച്ചില്ല. കൂട്ടുകാർ പോലും വന്നിട്ട് പോലും ചിരിച്ചു പോലും കാണിച്ചില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് പോകണമെന്നാണ്. അതാണ്, ആരെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ വായിച്ചില്ല, സംഭവം ശരിയാണ്. അതായത് അപ്പം ഞാനിവിടുത്തെ അനു ഇത് ഭയങ്കരമായ സംഭവമാണ് നീ പറയണത്, പക്ഷേ എവിടെ നിന്ന് നിനക്ക് കിട്ടി? അത് മിനിമം ഹോളി സ്പിരിറ്റാണ്. അതായത് നമ്മൾ ഉപഗ്രഹങ്ങൾ ചന്ദ്രമണ്ഡലത്തിലോട്ട് പ്രവേശിക്കണ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സംവേദനത്തിലേക്ക് കയറി വരും. അപ്പോൾ നീ പ്രധാന ആചാര്യന്മാരുടെ മുമ്പിലേക്ക് ഹാജരാകുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട, എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ സമയം നിനക്ക് അറിവ് തരും. അപ്പോൾ നിങ്ങളായിരിക്കുകയില്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുള്ളതാണ്. എന്താണ് കാര്യം? നമ്മൾ ദൈവമായിട്ട് സന്ധിപ്പായി, കുറച്ചുകൂടി ദൈവമായിട്ട് ബന്ധമായി, ദൈവത്തിൻ്റെ സ്വന്തമായെന്നൊക്കെ ദൈവത്തിന് തോന്നിയാൽ നീ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോട്ട് തരും. ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വരണം. അതിനുള്ള കപ്പാസിറ്റി ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കുണ്ട്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് പക്ക പ്രയറാണ്. കാര്യം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അത് അമ്മയിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് അമ്മയിൽ പ്രവർത്തിച്ച് ലോകത്തിന് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എക്സ്ട്രാ എന്താണ് വിശേഷ വിദ്യയായി ചെയ്യണത്. ഇപ്പം ഞങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ ആ പത്രം വാങ്ങിച്ചിട്ട് ഇടവകയിൽ കൊണ്ടേ കൊടുക്കണമെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? ചില ആൾക്കാർ വീട് വീഴാൻ വഴി കൊണ്ടേ കൊടുക്കും, വീട് വീഴാൻ വഴി കൊണ്ടേ കൊടുക്കും. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, എവിടെ ജോലി കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടേതല്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി, എൻ്റെ ഒരു സഹപ്രവർത്തക, അവളെ നേഴ്സാണ്, BSc നേഴ്സാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവരിപ്പോൾ തിയോളജി പഠിക്കാൻ പോയിരിക്കുകയാണ്. രൂപത എന്നൊരു പിതാവ് ബിഷപ്പ് ഇട്ടിരിക്കണതാണ്. അപ്പോൾ തിയോളജി പഠിച്ചിരിക്കുന്നത് അവൾ ഒരു ദിവസം നോക്കുമ്പോൾ അവൾ MBA എടുത്തു. ഞാൻ പറഞ്ഞപ്പോൾ നേഴ്സുമാർക്ക് MBA എടുക്കാൻ ഭയങ്കര, അവിടെ ജോലി കളയാതെ എടുക്കാൻ വലിയ പാടാണ്. കാര്യം ഒന്ന് ആശുപത്രി ചെന്ന് പെട്ടെന്ന് നമുക്കറിയാം, ഇവരിങ്ങനെ സൂചിയും നൂലും പോലെ ഓർഡർ കാണാം, നിൽക്കക്കളി ഉണ്ടാകത്തില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്താ പരിപാടി? ശനിയാഴ്ച വൈകുന്നേരം ഇരുന്നുകൊണ്ട് 1000 മണിയുടെ ജപമാല ചെല്ലും. അപ്പോഴെന്നാ പറ്റുക? ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഗേസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരും കണ്ടില്ലെങ്കിലും പരസ്യം നീ കാണും. ഇപ്പം ഈ കോൾ ഫോർഡ് ചെയ്തിരിക്കണത് ഓരോ കമ്പനി കോൾ ഫോർഡ് ചെയ്തിരിക്കണതാണ്, ആരും കണ്ടില്ല, പക്ഷെ നീ കാണും, നിന്നെ കർത്താവ് കാണിക്കും. എന്നിട്ട് നിന്നെ വിളിച്ച് ആ പത്രവും ആ ഇമെയിലും കാണിക്കും, ആ പരസ്യം കാണിക്കും. മഴ ഇപ്പം അപ്ലിക്കേറ്റ് ചെയ്യും, ഇത് നിനക്കുള്ളതാണെന്ന് പറയും. പക്ഷെ ആരും കണ്ടു കാണത്തില്ല ആ സാധനം. ഇവളെ വിളിച്ച് കാണിക്കും. എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മാത്രം ചൂണ്ടിക്കാണിച്ച് തരുന്ന സംഭവങ്ങൾ. ദൈവത്തെ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല പ്രശ്നം, ദൈവം തന്നെയാണ് പ്രശ്നം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരു ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ബാക്കി ഒന്നും പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കിയത് ദൈവം തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നും പ്രശ്നമല്ല. ദൈവവുമായിട്ട് നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ അടുത്ത് വരാമോ അത്രയും വിധത്തിൽ എൻ്റെ മക്കൾ അടുത്ത് വന്ന് ഐക്യം പ്രാപിക്കാൻ ഉടമ്പടിയിലൂടെ പരമാവധി നിങ്ങൾ സത്യസന്ധത കാണിച്ച് എത്രയും നിങ്ങളുടെ കപ്പാസിറ്റി പ്രാപ്തി വർദ്ധിപ്പിക്കാൻ